ഹായ് ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ ഒരുപാട് വ്യാജ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നേഴ്സിംഗും പാരാമെഡിക്കലും പഠിപ്പിക്കുന്ന ഒരുപാട് വ്യാജ ഉടായ്പ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് അവരുടെ ടൈമും അതുപോലെ തന്നെ പൈസയും ഒരുപാട് പോയതുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ന്യൂസുകൾ തന്നെ അതിന് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്, അതായത് ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക്, നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ എത്രത്തോളം അംഗീകാരമുള്ള സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് നേഴ്സിംഗും പാരാമെഡിക്കലും പഠിപ്പിക്കുന്ന ഒരുപാട് ഉടായ്പ സ്ഥാപനങ്ങൾ, അതായത് വ്യാജ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് ഒരു വ്യാജ സ്ഥാപനത്തിൽ 100ഓളം പേര് അവർ പഠിച്ചിട്ട് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ള വാർത്തകളും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മുൻകൂട്ടി തന്നെ അറിയണം. കാരണം അതായത് ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അതായത് നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ അംഗീകാരങ്ങളാണ് പഠിക്കുന്ന കോഴ്സിന് വേണ്ടത്, അതായത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു കോളേജിന് എത്രത്തോളം അംഗീകാരമുണ്ട്, എന്തൊക്കെ അഫിലിയേഷൻസ് ആണ് വേണ്ടത്, അതായത് ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയുള്ള വ്യാജ സ്ഥാപനങ്ങൾ മെയിനായിട്ട് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതായത് കേരളത്തിൽ അംഗീകാരം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കാം, പല സ്റ്റുഡൻസും കേരളത്തിലേ പഠിക്കുകയുള്ളൂ എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാജ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ മാറേണ്ട ഒരു സമയമായി കഴിഞ്ഞു. കാരണം നിങ്ങളിവിടെ കേരളത്തിൽ മാത്രമേ പഠിക്കുകയുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാതെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ പോലും അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് വേണം നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേഴ്സിംഗോ പാരാമെഡിക്കലോ അലൈഡ് ഹെൽത്ത് സയൻസോ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അംഗീകാരം എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടുന്നതാണ്. അതായത് ഇപ്പോൾ നേഴ്സിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, അതുപോലെ തന്നെ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, യൂണിവേഴ്സിറ്റി അംഗീകാരം, അതായത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അംഗീകാരം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സിംഗും പാരാമെഡിക്കലും അലൈഡ് ഹെൽത്ത് സയൻസും എല്ലാം തന്നെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ തമിഴ്നാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അതുപോലെ കർണാടക നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസുകളിൽ പഠിക്കുന്നവർക്ക് ഒരുവിധ പ്രശ്നവും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അംഗീകാരമുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്കും ഒരുവിധ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃത യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ കർണാടക നോക്കുകയാണെങ്കിൽ എനപ്പോയ യൂണിവേഴ്സിറ്റി, തമിഴ്നാട് നോക്കുകയാണെങ്കിൽ SRM യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നവർക്കും അംഗീകാരത്തിന് യാതൊരുവിധ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇനി ഈ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പല കോഴ്സുകളും 2 വർഷം, 1 വർഷം, 6 മാസം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കുമുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷമാണ്. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ BSc MLT, BSc ഒക്യുപ്പേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്നിങ്ങനെയുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. ഇപ്പം നേഴ്സിംഗ് നോക്കുകയാണെങ്കിൽ BSc നേഴ്സിംഗ് എന്ന് പറയുന്നത് 4 വർഷമാണ്. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ നമ്മളത് പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഈ കോഴ്സ് ഡ്യൂറേഷൻ കുറയും തോറും അത് സർട്ടിഫിക്കേഷൻ കോഴ്സ് മാത്രമാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയുള്ള സർട്ടിഫിക്കേഷന് നമ്മളൊരു ഹോസ്പിറ്റലിൽ, അതായത് കോഴ്സ് കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പിനായിക്കോട്ടെ അതുപോലെ തന്നെ ജോലിക്കായിക്കോട്ടെ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സമയത്താണ് അറിയുന്നത്. അതായത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല. പഠനശേഷം ഇപ്പോൾ 2 അല്ലെന്നുണ്ടെങ്കിൽ 1 or 2 വർഷം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കേരളത്തിൽ അംഗീകാരമുള്ള കോളേജുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSc MLT, ഫിസിയോതെറാപ്പി, കാർഡിയ ടെക്നോളജി, റേഡിയോളജി, മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി എന്നീ കോഴ്സുകളിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു 2600 സീറ്റുകൾ മാത്രമാണ് ടോട്ടലായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്നത് BSc നേഴ്സിംഗിനാണ്. BSc നേഴ്സിംഗിന് ഏകദേശം കേരളത്തിൽ 10,000-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സീറ്റ് എന്ന് പറയുന്നത് BSc MLT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനാണ്. ഏകദേശം 1075 സീറ്റുകളാണ് ടോട്ടലായിട്ട് കേരളത്തിൽ 14 ജില്ലകളിലും വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിക്ക് ഏകദേശം ഒരു 800 സീറ്റുകളിൽ താഴെ മാത്രമാണ് ടോട്ടലായിട്ട് കേരളത്തിൽ വരുന്നത്.
അപ്പോൾ കേരളത്തിലെ നേഴ്സിംഗും പാരാമെഡിക്കലും കോഴ്സുകളെല്ലാം ഉൾപ്പെടെ അംഗീകാരമുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം 16,000 സീറ്റുകൾ മാത്രമാണ്. ഈ പറഞ്ഞ സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് അലോട്ട്മെന്റ് വഴി തന്നെയാണ്. അപ്പോൾ ഇത്രയും സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് കിട്ടാത്ത സ്റ്റുഡൻസ് ആണ് ഇങ്ങനെയുള്ള വ്യാജ സ്ഥാപനങ്ങളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത് പെടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു കോളേജിന്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അംഗീകാരം, മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെയുള്ള കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള കോളേജിന് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള വ്യാജ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങളെ പോയി അഡ്മിഷൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പാരൻസിൻ്റെ പൈസയാണ് നഷ്ടമാവുന്നത്. അതൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പൈസ വേണമെങ്കിൽ തിരിച്ചെടുക്കാം, പക്ഷെ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം ഒട്ടും കളയാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവിധ അംഗീകാരമുള്ള കോളേജുകളിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങളുള്ളത്. ഇപ്പോൾ പാരൻസിൻ്റെ പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തിന് ഔട്ട്സൈഡ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വ്യാജ സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ല എന്നുള്ളതൊക്കെ. പക്ഷെ അത് തീർത്തും ഒരു തെറ്റായ ധാരണയാണ്. നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അംഗീകാരമുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരുപാട് വ്യാജ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ വ്യാജ സ്ഥാപനങ്ങളിൽ പഠിക്കണമോ അല്ല കേരളത്തിന് പുറത്ത് പോയി അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക. അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അഡ്മിഷൻ എടുത്തവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരായിക്കോട്ടെ, അവർ ആ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് അംഗീകാരമുണ്ടോ, അതല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കേഷനാണ് കിട്ടുന്നത്, ആ സർട്ടിഫിക്കറ്റിന് PSC അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ പ്രോപ്പറായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങളുടെ എൻക്വയറീസ് ചോദിക്കാവുന്നതാണ്. അതായത് ഏതെങ്കിലും സ്ഥാപനങ്ങളെ കുറിച്ചിട്ടോ ആ സ്ഥാപനത്തിൻ്റെ അംഗീകാരത്തിനെ കുറിച്ചിട്ടോ എന്നുള്ള എല്ലാവിധ ഡൗട്ട്സുകളും നിങ്ങൾക്ക് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഫൈനലി പിന്നീട് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.